പാലക്കാട് ജില്ലാ റവന്യൂ സ്കൂൾസ് ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കുകയാണ് കേട്ടോ. സബ് ജൂനിയർ ഗേൾസ് ബോയ്സ്, ജൂനിയർ ബോയ്സ് ഗേൾസ്, സീനിയർ ബോയ്സ് ഗേൾസ് എന്നീ കാറ്റഗറിയിലായിട്ട് 38 ടീമുകൾ പങ്കെടുക്കുക കേട്ടോ. കഴിഞ്ഞ വർഷത്തേക്കാൾ ടീമുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇത് ഗെയിമൊക്കെ തുടങ്ങാൻ പോകുന്ന പിള്ളേരെല്ലാം വാമ്പ് ചെയ്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചേഴ്സും കോച്ചസൊക്കെ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് ടീമിനെ സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 2 കോർട്ടിലായിട്ട് ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും 2 കോർട്ടിലായിട്ട് കളി നടക്കാൻ പോവുകയാണ്. അങ്ങനെ കളിയെല്ലാം തുടങ്ങുമ്പോൾ ഇച്ചിരി വൈകി പോലും സംഭവം ദോഷമായിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ നമ്മുടെ ആശാന്മാരൊക്കെ പിള്ളേർക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കും. സബ് ജൂനിയർ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും ഗെയിമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരേ സമയത്ത് 2 കോർട്ടിൽ കളി നടക്കും, എങ്കിൽ മാത്രമേ തീർക്കാൻ പറ്റുള്ളൂ ചോദിച്ചാണ്. പക്ഷേ എന്തായാലും ഏതാണ്ട് 38 ടീമുകളത്തേക്ക് 36 കളി എന്തായാലും വരും. അപ്പോൾ ഇത് നമ്മുടെ ഓഫീസിലൊക്കെ റെഡി ആയിട്ട് മത്സരം ആരംഭിച്ച് അടിപൊളിയായിട്ട് ജൂനിയർ ബോയ്സിൻ്റെ കളിയാണ് പാലക്കാടുമായിട്ടാണ് നമ്മുടെ കളി നടക്കുന്നത്. അങ്ങനെ വിവിധ കാറ്റഗറിയിലായിട്ട് ഏതാണ്ട് 20ഓളം കുട്ടികൾ എൻ്റെ സ്കൂളിൽ നിന്ന് പങ്കെടുക്കുന്നു കേട്ടോ. ഈ ഒരു ജില്ലാ മീറ്റിന് നല്ല കാര്യമാണ്. സ്റ്റേറ്റിലും എൻ്റെ കുട്ടികൾ സെലക്ഷൻ കിട്ടാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ കളികളൊക്കെ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അടിപൊളി ഒരു കോള് കാണാം കേട്ടോ, സെറ്റ് കോളിൽ നിന്ന് കാണാം. അവിടെ ബബുളിൻ്റെ വക ഒരു കോള്, അടിപൊളി, നൈസ്, നല്ല പാസ്സായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ബ്യൂട്ടിഫുൾ ഗോൾ കാണാൻ പറ്റി. അങ്ങനത്തെ ഗേൾസിൻ്റെ കളി അപ്പുറത്തെ കോട്ടി നടക്കുന്നുണ്ട്. ഏതാണ്ട് വൈകുന്നേരം ആയപ്പോൾ തന്നെ എല്ലാ സെമി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഏതാണ്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കും അങ്ങനെ ഇരുട്ടായി തുടങ്ങി. എത്രയും പെട്ടെന്ന് കളികൾ തീർക്കേണ്ടിയിരിക്കുന്നു. ഇനി ഒരുപാട് കളി നടക്കാനുണ്ട്. നല്ലൊരു ഗോൾ, വീണ്ടും ഒരു നല്ല ഗോൾ കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഇത് ബാഡ് ലൈറ്റ് വരാൻ ചാൻസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കളി എല്ലാത്തിനും ഫൈനൽ എത്താറുണ്ട്. ഫൈനൽ നടത്തി തീർക്കാൻ പറ്റും തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിലും എന്തായാലും ഇന്ന് തന്നെ സെലക്ഷൻ ലിസ്റ്റ് കംപ്ലീറ്റ് ആയത്. 19-ാം തീയതി ഇന്ന് എല്ലാ സെലക്ഷൻ ലിസ്റ്റും അയച്ചു തീർക്കണം നമ്മൾ സ്റ്റേറ്റിലേക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫൈനൽ നടത്താതെ, ലൂസേഴ്സ് നടത്താതെ എന്ത് പറ്റും, സെലക്ഷൻ ലിസ്റ്റ് ഇടേണ്ടി വരും. അങ്ങനത്തെ കളി നിർത്തി വെച്ച ഡിസ്കഷനിലാണ് ടീച്ചേഴ്സ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ടീച്ചർമാരെല്ലാം കളി നടത്തണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതിന് 18-ാം തീയതി നടന്ന ബാസ്കറ്റ് ബോൾ ഗെയിം ഇതുപോലെയൊന്ന് ഗെയിം കംപ്ലീറ്റ് ചെയ്താണ് സെലക്ഷൻ ലിസ്റ്റ് ഇട്ടത്. അപ്പോൾ ഹാൻഡ്ബോളും അതുപോലെ തന്നെയാണ്. ഗെയിം കംപ്ലീറ്റ് ചെയ്ത സെലക്ഷൻ ലിസ്റ്റ് വരും. അപ്പോൾ തീർച്ചയായും ഈ ഗെയിം നടത്തണമെന്ന് എനിക്ക് മാത്രമേ പറയാനുള്ളൂ. കാരണം കണ്ടിന്യൂ ചെയ്യണം കഴിഞ്ഞാൽ പോലും. ഓക്കെ, അപ്പോൾ ഞാൻ തിരിച്ച് എല്ലാം കഴിഞ്ഞ് തിരിച്ച് ആലത്തിലൊരു ഹെവി മഴയത്ത് പെട്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ മഴയത്ത് ഞാൻ കുറച്ച് പിള്ളേരും കൂടി നമ്മുടെ പിള്ളേരൊക്കെ പ്രതീക്ഷയ്ക്കായിട്ട് റോഡ് സൈഡ് നിൽക്കുകയാണ്. മഴയൊന്ന് കുറഞ്ഞിട്ട് വേണം വീട്ടിൽ പോകാൻ. അപ്പോൾ വീണ്ടും കാണാം. ടാറ്റാ.